ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ആ വലിയൊരു സന്തോഷ വാർത്തയെക്കുറിച്ച് നമ്മുടെ ഉണ്ണിയാണെങ്കിൽ കരുണയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും പുതിയൊരു ജോലി വേക്കൻസി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു IT കമ്പനിയിലോട്ട് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തായാലും ഇനി കണ്ണൻ്റെ ഔദാര്യം നോക്കി നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നുള്ള കാര്യം ഉണ്ണിയാണെങ്കിൽ നമ്മുടെ കരുണയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. കരുണയാണെങ്കിൽ ഈ ഒരു സന്തോഷ വാർത്ത അവിടെ പ്രതാപനോടും മുത്തശ്ശിയോടൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഇനി എന്തായാലും ആ കണ്ണൻ്റെ വല്യേട്ടൻ ചമയലൊന്നും എൻ്റെ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് നടക്കില്ല. ഉണ്ണിയേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയാണ്. ഉണ്ണിയേട്ടൻ്റെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഉണ്ണിയേട്ടനെ അധികം സ്നേഹിക്കാൻ നിൽക്കാഞ്ഞതും. ഇപ്പം എന്തായാലും ഉണ്ണിയേട്ടൻ നന്നാവാൻ വേണ്ടി തീരുമാനിച്ചു. ഒരുപാട് കാലത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഉണ്ണിയേട്ടൻ വേറൊരു IT കമ്പനിയിൽ ജോലി ചെയ്യുക എന്നത്. എന്തായാലും ഉണ്ണിയേട്ടൻ ഇപ്പം അത് സാധിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണിയേട്ടനെ കാണാൻ എനിക്ക് നാളെ തന്നെ പോകണം വെച്ചാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരുണയാണെങ്കിൽ തുള്ളിച്ചാടി സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദുർഗയും ഉണ്ണിയൊക്കെ പറയുന്നുണ്ട്, എന്തായാലും നാളെ തന്നെ IT കമ്പനിയിൽ ജോലി ചെയ്താൽ വലിയ സാലറി ഒക്കെ കിട്ടുമോ മോനെ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും സാലറി ഒക്കെ കിട്ടും അമ്മേ എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, നീ എന്തിനാണ് ദൂരെയൊക്കെ പോയി കഷ്ടപ്പെടുന്നത്? നിൻ്റെ ഏട്ടൻ്റെ കമ്പനിയിൽ നിനക്ക് നല്ല സാലറി ഉണ്ട്, അവിടെ നല്ലൊരു പോസ്റ്റും ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് നീ ദൂരെയൊക്കെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയോട് ഉണ്ണി പറയുന്നുണ്ട്, എന്തിനാ അവിടെയുള്ളൊരു പട്ടിപ്പണിയെടുത്ത് ജീവിക്കാൻ ഇനി എനിക്ക് വയ്യ. കാരണം ഞാൻ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് അവിടെ വന്നത്. പക്ഷെങ്കിൽ ഇപ്പം എനിക്ക് അവിടെയുള്ള ജോലി ഒരു കൂലിപ്പണിക്കാരൻ്റെ വെറും ഒരു തൊഴിലാളികളെ മാത്രം നിരീക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ലേ. അതുകൊണ്ട് എനിക്ക് എന്തായാലും അത് പറ്റില്ല. അത് നിങ്ങൾ തന്നെയാണല്ലോ എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് എന്നെ അത്രത്തോളം തരം താഴ്ത്തി എൻ്റെ ഏട്ടൻ്റെ മുമ്പിൽ എന്നെ ഒന്നും അല്ലാതാക്കിയതെന്നൊക്കെ മഹാലക്ഷ്മിയോട് ഇങ്ങനെ ഉണ്ണി സംസാരിക്കുന്നുണ്ട്. നിന്നെ IT കമ്പനിയിൽ ഒരാളാക്കിയിട്ടില്ലെങ്കിൽ അത് നിൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണമേന്മ കൊണ്ട് തന്നെയാണ് ഉണ്ണി, അത് നീ മനസ്സിലാക്കണം. ദുർഗയാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, നീ എൻ്റെ മോൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇനി എന്തായാലും അത് ആവശ്യമില്ല. അവനെന്തായാലും വേറെ കമ്പനിയിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അത് അവൻ അവിടെ പോയിട്ട് നല്ലപോലെ ചെയ്യുകയൊക്കെ ചെയ്തോളും. നിൻ്റെയും കണ്ണൻ്റെയും ഒന്നും ഇനി ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. എന്തായാലും ഞങ്ങൾ വീട് തന്നെ പെട്ടെന്ന് തന്നെ മാറിത്തരും എന്നൊക്കെ ദുർഗ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, എടാ മോനെ, ആ ജോലി എന്തായാലും നീ കൈവിടാതെ തന്നെ നോക്കണം. കാരണം എന്ന് വെച്ചാൽ കരുണയാണെങ്കിൽ ആ ജോലിയിലാണ് പ്രതീക്ഷ കൊടുത്തിരിക്കുന്നത്. ഈ അമ്മയും അതിലൊക്കെയാണ് പ്രതീക്ഷ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ വീട്ടിൽ നിന്ന് മാറണം. ഈ വീട്ടിൽ നിന്ന് മാറിയാൽ മാത്രമേ ഒരു സമാധാന സന്തോഷമൊക്കെ കിട്ടുള്ളൂ. ഇവരുടെ പിന്നാലെ ഇങ്ങനെ പൈസയ്ക്ക് പോയിട്ട് യാതൊരു കാര്യമില്ല. കുടുംബങ്ങൾ തമ്മിൽ ഒന്നും തന്നെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അവൻ്റെ സ്വത്തും പണമൊക്കെ അവൻ തന്നെ എടുത്തോട്ടെ, നമുക്ക് ജീവിക്കാനുള്ളത് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തായി പറയുന്നത്? പണത്തോടുള്ള ആർത്തിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ നല്ലവരായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ നമ്മളെ തലയിൽ കയറി നിരങ്ങുന്നത് നമ്മൾ കാണേണ്ടി വരുമല്ലോ അമ്മയെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ കരുണയൊക്കെ പറയുന്നുണ്ട്, അത് ശരിയാണ്, അമ്മ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ പണത്തിൻ്റെ പിന്നാലെ പോയിട്ട് യാതൊരു കാര്യമില്ല. എന്തായാലും സ്വന്തം കാലിൽ നിൽക്കാനും കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവരുടെ പിന്നാലെ പോകുന്നതായിരിക്കും ബുദ്ധി. എന്തായാലും നമ്മൾ അവരുടെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. അവർക്ക് സമാധാന സന്തോഷമൊന്നും കൊടുക്കാതിരിക്കാൻ നമ്മൾ പല വഴികളും നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയും ദുർഗയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഉണ്ണിയോടും കരുണയോടാണെങ്കിൽ. അപ്പോൾ കരുണ പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശിയൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് കേൾക്കാം ഉണ്ണിയേട്ടാന്നുള്ള രീതിയിൽ അവർ കേൾക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനായിട്ട് ദൂരോട്ട് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. ഉണ്ണിയാണെങ്കിൽ ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ടെന്ന് തന്നെ അപകടം സ്ഥാപിച്ച് അവിടെയുള്ള ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണ് ചെയ്യുന്നത് തന്നെ. ഈ ഒരു വിവരം ഉണ്ണിയും ദുർഗയൊക്കെ അറിയിക്കുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയുടെ കൂടെ അവിടെയുള്ള ഒരാളാണെങ്കിൽ ഉണ്ണിയുടെ ഈ അവസ്ഥ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ നമ്മുടെ ദുർഗയാണെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എൻ്റെ മോന് വേറൊരു വഴിയില്ലല്ലോ ഈശ്വര എന്നുള്ള രീതിയിൽ ദുർഗ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് തന്നെ. നമ്മുടെ ഉണ്ണിയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചിരിക്കുന്നത് നമ്മുടെ കണ്ണനെ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഉണ്ണിയെ ഇനിയിപ്പോൾ എങ്ങനെ രക്ഷിക്കും? കയ്യിലാണെങ്കിൽ 5 പൈസ പോലും എടുക്കാനില്ലല്ലോ എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ ദുർഗ നിൽക്കുന്നുണ്ട്. അതേസമയം ഉണ്ണിയേട്ടനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ മുത്തശ്ശിയും പിന്നെ കരുണയൊക്കെ അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പം നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ ഉണ്ണിയെ ഭയങ്കരമായിട്ട് ഇഷ്ടം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഉണ്ണിയെ അത്രയേറെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് നമ്മുടെ കരുണയാണെങ്കിൽ. പക്ഷേങ്കിൽ ഉണ്ണിയുടെ കയ്യിൽ ചെറിയ ചെറിയ പൈസ ഇല്ലായ്മകളൊക്കെ കൊണ്ട് തന്നെയാണ് കരുണയ്ക്ക് ആ ഇഷ്ടം കുറച്ച് കാണിക്കാൻ സാധിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ അടുത്ത് ഇരിക്കുകയാണ് ചെയ്യുന്നത് തന്നെ. നമ്മുടെ കരുണയാണെങ്കിൽ അപ്പോൾ സ്വയം ആലോചിക്കുന്നുണ്ട്, എന്ത് പറ്റി ഈശ്വര, ഞാൻ എന്ത് എൻ്റെ ചേച്ചിക്ക് ചെയ്താലും അതെല്ലാം തിരിച്ച് എനിക്ക് തന്നെയാണല്ലോ വലിയൊരു ഇതായിട്ട് വരുന്നത്. അവൾക്ക് എന്തൊക്കെയാണോ ഞാൻ ചെയ്തിരിക്കുന്നത് അതൊക്കെ വലിയൊരു കുഴപ്പമായിട്ട് എൻ്റെ ജീവിതത്തെ തന്നെയാണല്ലോ ബാധിക്കുന്നത്. അവൾ
നല്ലൊരാളാണെന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. എൻ്റെ അമ്മയും എല്ലാവരും പറഞ്ഞപ്പോഴും ഞാൻ അവളെ ഒരു മോശക്കാരിയായിട്ട് കണ്ടു. എൻ്റെ അച്ഛനും അച്ഛമ്മയൊക്കെ വളർത്തിയത് കൊണ്ടാണോ ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ കരുണ ആ നിമിഷം ആലോചിക്കുന്നുണ്ട്. ഉണ്ണിക്ക് വയ്യാതായ ആ സമയത്താണെങ്കിൽ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കണ്ണനൊക്കെ ഈ ഒരു വിവരത്തെക്കുറിച്ച് അറിയുന്നുണ്ട്. അപ്പോഴേക്കും മാർക്കോയും അനന്തൊക്കെ പറയുന്നുണ്ട് ശത്രുക്കൾക്ക് തിരിച്ചടി കിട്ടാനുള്ള സാധ്യത എന്തായാലും കൂടിയിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കിത് സന്തോഷരാവുകൾ തന്നെയെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മാർക്കോയോട് കണ്ണൻ പറയുന്നുണ്ട്, ഇല്ല എനിക്കതൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. കാരണം അവൻ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛൻ്റെ രക്തമാണ്, എൻ്റെ സ്വന്തം അനിയനാണ് അവൻ. അവനെ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ സന്തോഷിക്കാൻ എനിക്ക് സാധിക്കില്ലെന്നൊക്കെ നമ്മുടെ കണ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതേസമയമാണ് നമ്മുടെ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ ദുർഗ വരുന്നത്. ദുർഗയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ആകെ മൊത്തം നനഞ്ഞു കുളിച്ച ഒരവസ്ഥയിലാണ് അങ്ങോട്ടേക്ക് എത്തിപ്പെടുന്നത് തന്നെ. എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ നമ്മുടെ ദുർഗയോട് കണ്ണൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, എൻ്റെ മോന് അപകടം പറ്റിയിരിക്കുകയാണ്, അവന് ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുണ്ട്. പക്ഷെങ്കിൽ ആ പൈസയൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല ഈ അമ്മ. നിൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണമെന്ന് ഈ അമ്മയ്ക്ക് ഇപ്പോൾ തോന്നി, അതുകൊണ്ടാണ് ഓടി വന്നത്. ആരൊക്കെ എൻ്റെ മോനെ ശപിച്ചാലും നീ ശപിക്കുന്നതിൻ്റെ അത്രയൊന്നും വരില്ല വേറെ ആര് ശപിച്ചാലും. കാരണം നീ മനസ്സുകൊണ്ട് ഒന്ന് വേദനിച്ചാൽ പോലും മറ്റുള്ളവർ വെന്തുരുകയാണല്ലോ ചെയ്യുന്നത്. എൻ്റെ മോനോട് നീ ഒന്ന് ക്ഷമിക്കണം, അത്രമാത്രം പറയാനാണ് ഈ അമ്മ വന്നത്. നിൻ്റെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ചത് നിന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെങ്കിൽ ഇന്ന് വരെ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല, നിന്നെ നോക്കിയിട്ടില്ല മര്യാദയ്ക്ക്. അതൊക്കെ സത്യം തന്നെയാണ്. ചെയ്ത പാവങ്ങളൊക്കെ ഏറ്റു പറഞ്ഞാലും മതിയാവില്ല കണ്ട. പക്ഷെങ്കിൽ ഈ അമ്മയോട് നീ ക്ഷമിച്ചേ മതിയാവുള്ളൂ. നിൻ്റെ അനിയനാണ് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, അവനെ രക്ഷിക്കാൻ വേറെ ആരും തന്നെയില്ല. എന്തായാലും തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലായി, ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ദുർഗ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത്. ദുർഗയുടെ ഈ ഒരു മാറ്റം കണ്ണനാണെങ്കിലും മനസ്സിലാവോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.